ഈ വീഡിയോയിൽ നമുക്ക് സോളാർ ഹൈബ്രിഡ് പവർ പ്ലാന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ എന്താണ് ഹൈബ്രിഡ് പവർ പ്ലാന്റ്? നമ്മൾ സാധാരണ ഓൺ ഗ്രിഡ് ഡിസൈനിനെ പറ്റിയൊക്കെ ഞാൻ പല പല വീഡിയോസിലായിട്ട് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓൺ ഗ്രിഡിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു സോളാർ എനർജിയെ നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്ത് എ സി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് നേരെ നമ്മുടെ മീറ്ററിൻ്റെ, അതായത് ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മീറ്ററിൻ്റെ അതിലേക്ക് ഫീഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു വർക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാനലിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സോളാറിൽ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പവർ അത് ആവശ്യാനുസരണം യൂസ് ചെയ്യുന്നു. പക്ഷെ കറണ്ട് പോകുന്ന സമയത്ത് രണ്ടും കട്ട് ഓഫ് ആവും. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇത് തന്നെയായിരുന്നു. നമ്മുടെ കറണ്ട് ഇല്ലാത്ത സമയത്ത്, അതിപ്പോൾ ഒരു നട്ടുച്ചയ്ക്ക് കറണ്ട് ഇല്ലാത്തൊരു സമയത്തും നമുക്ക് ഹൈ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും ആ പ്രൊഡക്ഷൻ ചെയ്ത പവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഈ ഓൺ ഗ്രിഡ് സോളാറിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജുകൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഹൈബ്രിഡ് പവർ പ്ലാന്റ്. മാത്രമല്ല, നമുക്ക് ഈ പവർ എക്സസ് ആയിട്ട് വരുവാണെങ്കിൽ, നമുക്കിപ്പോൾ പവർ കുറേ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആവശ്യമില്ല, അത് നമ്മൾ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് നമ്മൾ ഈ ഹൈബ്രിഡ് പവർ പ്ലാന്റ് വഴിയാണ് സാധ്യമാക്കുന്നത്. ഇതൊരു ഉദാഹരണത്തിന് എക്സാമ്പിളാണ്, KCBക്ക് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണത്. 5 കിലോവാട്ട് പീക്കിൻ്റെ ഒരു ഹൈബ്രിഡ് സോളാർ ഫോട്ടോവോൾട്ടൈക് പവർ പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഡ്രോയിങ് ഓൺ ഗ്രിഡിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുമുണ്ട്, ചെറിയ പ്ലാന്റുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കണ്ട ഇതിൻ്റെ അകത്ത് മോഡ്യൂൾസ് 10 മോഡ്യൂൾസ് ഉണ്ട്. 10 മോഡ്യൂൾസ് ഉണ്ട്. 620 വാട്ട്സ് പീക്കിൻ്റെ 8 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 8 മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ M1 M2 അങ്ങനെ M8 8 മോഡ്യൂൾസ് ആണ്. ഞാൻ 9 10 എഴുതി, അത് ജനറലായിട്ട് ഒന്ന് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന വയർ സോളാർ വയർ 4 സ്ക്വയർ MM ആണ്. അതിന് 2 റൺസ് ഇട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് 2 റൺസ് ഇട്ടുണ്ട്. 1.1 kV റേറ്റഡ് ആയിട്ടുള്ള സോളാർ DC കോപ്പർ കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത്, UV റേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഒറ്റ സ്ട്രിങ്ങേ ഉള്ളൂ, സീരീസ് കണക്ഷൻ ഒറ്റ ഇതേ ഉള്ളൂ. ലൈറ്റിംഗ് അറസ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ DC-DBയിലേക്ക് വരുന്നു. അപ്പോൾ DC-DBയിലേക്ക് വേണ്ട പ്രൊട്ടക്റ്റേഴ്സ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. സർജ് പ്രൊട്ടക്ഷനും പിന്നെ DC റേറ്റിംഗുള്ള MCB 20 ആംപിയറിൻ്റെ MCB ഒക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. DC-DB ഒക്കെ എർത്ത് ചെയ്യുന്നുണ്ട് പ്രോപ്പർലി. അതിൽ നിന്ന് ആ 4 സ്ക്വയർ MM വയർ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കും. പ്ലസും മൈനസും കയറി ഇൻവെർട്ടറിൻ്റെ അകത്ത് ചെല്ലുന്നു. ഇനി ഇൻവെർട്ടറിൻ്റെ അകത്താണ് ഈ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ വേണമെങ്കിൽ മറ്റേ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കാണിക്കാം. അതിനും ഒന്ന് ഫുള്ള് കണ്ടു നോക്കുക. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഈ കണക്ഷൻ പോകുന്നത് 2 കോർ 6 സ്ക്വയർ MM കോപ്പർ കേബിൾ വെച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ AC, അതായത് ഫേസും ന്യൂട്രലും പോകുന്നു. അത് AC-DBയിലേക്ക് കയറുന്നു. അതിലും സർജ് പ്രൊട്ടക്റ്റഡ് ഡിവൈസും പിന്നെ 2 പോൾ MCB ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നേരെ ഒരു മീറ്റർ ബോക്സിലേക്കും പോകുന്നുണ്ട്, മുകളിലേക്ക് ഒരു മീറ്റർ ബോക്സിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇത് KCB എന്നുള്ള സപ്ലൈ വന്ന മീറ്റർ ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 10 തൊട്ട് 40 ആംപിയറിൻ്റെ ആണ്. ക്ലാസ് 0.2S ആണ്. സിംഗിൾ ഫേസ് മീറ്ററിങ്ങിലേക്കാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ കട്ട് ഔട്ട് ഫ്യൂസ് ഒക്കെ ഉണ്ട് 32 ആംസിൻ്റെ. അപ്പോൾ അതിലേക്ക് ആണിത് ചെല്ലുന്നത്. അതുകൂടാതെ വേറൊരു മീറ്റർ ബോക്സ് വെച്ച് നോൺ ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറഞ്ഞൊരു ഇതിലേക്കാണ് ഇത് പോയേക്കുന്നത്. ഓക്കെ, നോൺ ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഉള്ള സോളാർ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി, എന്തോരം സോളാർ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ ഒരു സോളാർ മീറ്റർ വച്ചേക്കുന്നത്. അപ്പോൾ അതുവഴി നമ്മുടെ ലോഡുകളിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ലോഡിന് ഒരു DBയുടെ 4 DBയുടെ ഒരു ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്, സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ DBയുടെ അകത്ത് 63 ആംസിൻ്റെ RCCB ഉണ്ട്, 30 മില്ലി ആംസ് റേറ്റിംഗുള്ള 2 പോൾ RCCB. അപ്പോൾ അതുകൂടാതെ 3-4 ലോഡുകളൊക്കെ ഉണ്ട്. അത് 6 ആംസ് MCB വഴിയാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ഒറിജിനൽ DB ആവണമെന്നൊന്നും ഇല്ല, അത് ജസ്റ്റ് നമ്മളിങ്ങനെ കാണിക്കാറാണ് പതിവ്. സോളാറിൻ്റെ ഒക്കെ സ്കീംസ് കൊടുക്കുമ്പോൾ ഈ രീതിയിൽ കൊടുക്കാറാണ് പതിവ്.
അപ്പോൾ ആ ഇൻവെർട്ടറിൽ നിന്ന് ഫസ്റ്റ് കണക്ഷൻ ഇത്ര പരിപാടികളാണ് നടത്തിയേക്കുന്നത്. അതായത് ACDBന് ശേഷം അതൊരു മീറ്റർ ബോക്സ് വഴി ക്രിട്ടിക്കൽ ലോഡിലേക്ക് പോയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ഐസൊലേറ്റർ ത്രൂ നമ്മുടെ മെയിൻ മീറ്റർ ബോക്സിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ യൂഷ്വലി ഉള്ള നമ്മൾ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഇത്തരം പാർട്ട് വന്നേക്കുന്ന ഓൺ ഗ്രിഡിൻ്റെ ചെയ്യുന്ന അതേപോലെ തന്നെ ഉള്ളതാണ്. ഞാൻ അതിൻ്റെ പിക്ചർ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, മീൻ വൈൽ നമുക്ക് ഇവിടെ ഒരു കണക്ഷൻ കൂടി പോയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കണക്ഷൻ ഇൻവെർട്ടറിൽ കൂടി. ആ കണക്ഷൻ പോയേക്കുന്നത് വേറൊരു ACDBയിലേക്കാണ്. ഇത് പ്രോജക്റ്റ് ബേസ് ചെയ്ത് ഇങ്ങനൊരു സെറ്റപ്പ് ആണെങ്കിൽ പോലും നോർമലി നമ്മുടെ ഹൈബ്രിഡിൽ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്രിട്ടിക്കൽ നോൺ ക്രിട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ ലോഡിന് വേണ്ടിയുള്ള ഒരു സോളാർ മീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള സോളാർ മീറ്റർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് 10 amps to 40 amps ആണ്. 415 3 phase വരെയൊക്കെയുള്ള മെഷർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് മീറ്ററിന് ശേഷം 40 amps 2 pole ഐസൊലേറ്റർ ഉണ്ട്. അതിനുശേഷം ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലോഡ്, അതായത് നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഒക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ സോഴ്സിലേക്ക് നമ്മൾ ഇതിൻ്റെ പവർ കൊടുക്കാൻ നോക്കില്ല. പവർ പ്ലഗ് അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് കൊടുക്കാൻ നോക്കില്ല. നമ്മൾ സെർട്ടൈൻ എമൗണ്ട് ഓഫ് ലൈറ്റ്സും ഫാൻസിലൊക്കെ ആയിട്ട് അത് ഒതുക്കാറുണ്ട്. അപ്പോൾ അതെ, ആ ലോഡുകളെയാണ് ക്രിട്ടിക്കൽ ലോഡ് എന്നാണ് ഉദ്ദേശിക്കുന്ന ഒരു റെസിഡൻഷ്യൽ സെൻസിൽ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകുന്ന രീതിയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 63 amps 30 milliamps 4 pole RCCB വഴി ഇങ്ങനെ പോയേക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം RCCB യൂസ് ചെയ്തേക്കണമെങ്കിൽ കാണിച്ചേക്കുന്നത് നമ്മൾ ഡിപ്പെൻസ് നമ്മുടെ ഇതിപ്പോൾ ഒരു പ്രോജക്റ്റ് ഒരു ഡിപ്പെൻഡ് ആയതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ വന്നേക്കുന്നത്. നോർമൽ ഇതിൽ ഒരു 60 amps 30 milliampsൻ്റെ 4 pole RCCB ശേഷം MCB ആയിരിക്കും. അതൊരു DB ആയിരിക്കും. ഒരു DBയുടെ അകത്തേക്ക് പോകുക എന്നുള്ളൊരു മീനിങ്ങിലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈബ്രിഡിൻ്റെ ഒരു സെറ്റപ്പ്. ഓൺ ഗ്രിഡ് സെയിം ഇപ്പോൾ 5 kilowatt ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് ആണെങ്കിൽ നോക്കുക. കണ്ടോ, ഇത് ഇപ്പോൾ ഉദാഹരണത്തിനാണ് കാണിച്ചേക്കുന്നത്. 9 സ്ട്രിങ് ഉണ്ട്. 620 വാട്ട്സ് പീക്കിൻ്റെ അദാനിയുടെ പാനലാണ് യൂസ് ചെയ്തേക്കുന്നത്. 6 സ്ക്വയറിൻ്റെ വയറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഡിസൈൻ ഇതിൽ. അതിന് ശേഷം DCDBയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻവെർട്ടറിലേക്ക് വരുന്നു. ഇൻവെർട്ടറിൽ നിന്ന് ഒരു 4 സ്ക്വയർ വയർ ഇട്ടിട്ട് ഇവിടെ അതിനിടയിൽ ഒരു AC ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് MCBയും പിന്നെ പ്രൊട്ടക്ടറൊക്കെ ഉണ്ട്. അതിന് ശേഷം സോളാർ ജനറേഷൻ മീറ്റർ വഴി നേരെ നമ്മുടെ മീറ്ററിലേക്ക് കയറുന്നു. ഏതാ നമ്മുടെ KCB എന്ന് പറഞ്ഞ മീറ്റർ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലുള്ള മീറ്ററാണ്. അപ്പോൾ അതിലേക്ക് വരുന്നു. പിന്നെ അതിൽ നിന്ന് തന്നെ DBയിലേക്കും പോയിട്ടുണ്ട്. താഴെ ഒരു DB ഉണ്ട്, കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡും ഉണ്ട്. ഇതാണ് ഓവറോൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഓവറോൾ അതാണ് അതിൻ്റെ ഒരു പിക്ചർ. അപ്പോൾ ഇത് ഓൺ ഗ്രിഡിൻ്റെ ആണ്. ആ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് ഹൈബ്രിഡിൻ്റെ ഓവറോൾ നോക്കിയാൽ കാണാം. നമുക്ക് സൂം ചെയ്യുകയോ പോസ് ചെയ്തിട്ടൊക്കെ നോക്കാം. മെസ്സേജ് ഞാനിത് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാവുന്നതുള്ളൂ. ഓക്കെ, ഇതിൽ ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര വാട്ട്സ് പീക്കിൻ്റെ പാനലാണ്, സ്ട്രിങ്സ് എത്രയുണ്ട്, ടോട്ടൽ വാട്ട്സ് എത്രയുണ്ട്, ഇൻവെർട്ടർ എന്തിൻ്റെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എല്ലാത്തിലും നമ്മൾ യൂഷ്വലി കോമൺ ആയിട്ട് കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ 10 kilowatt ആണ്. അപ്പോൾ 10 kilowatt വ്യത്യാസം വരുന്നത് സ്ട്രിങ്ങിൻ്റെ എണ്ണം കൂടുതലാണ്. 16 സ്ട്രിങ് ഉണ്ട്, 8 കിട്ടും. 16 സ്ട്രിങ് ഉണ്ട്. ഇതിൽ ഞാൻ M1 M2 എന്നൊക്കെ എഴുതിയിട്ട് M10 എന്ന് ഇട്ടിട്ട് പോയിട്ടുണ്ട്. അത് മിസ്റ്റേക്കാണ്. M8 വരെ ഉള്ളൂ. 8 കിട്ടും, 16 പാനൽസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ DCDB കാണാം, ACDB ഐ മീൻ ഇൻവെർട്ടർ കാണാം. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ അകത്ത് സെയിം മോഡൽ തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ അകത്ത് ക്രിട്ടിക്കൽ ലോഡിലേക്ക് പോയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ മറ്റേ ലോഡിലേക്ക് പോയിട്ടുണ്ട്. ഇതുകൂടാതെ ഞാനൊരു കാര്യം പറയാനതിൽ വിട്ടുപോയത്, ഇതിൽ ബാറ്ററി ബാങ്ക് ഉണ്ട് കേട്ടോ. ബാറ്ററി കണക്ട് ചെയ്ത് ഇതിലും മറ്റേതിലുണ്ട്, രണ്ടിലുണ്ടായിരുന്നു ബാറ്ററി ബാങ്ക്. അപ്പോൾ അത് MCCB വഴി ബാറ്ററി ബാങ്കിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അതിൻ്റെ അകത്തുള്ള ബാറ്ററി ഡീറ്റെയിൽസ് ആണ് എഴുതിയേക്കുന്നത്. 51.2 volt 104 AH അങ്ങനെ 4 ബാറ്ററികളാണുള്ളത്. രണ്ടിലും അത് തന്നെ. നമ്മുടെ 5 kilowatt പ്ലാനിലും അതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്, ബാറ്ററി ബാങ്ക് ഉണ്ട്, MCCB ഉണ്ട്. അതിലേക്ക് 104 AH 4 ബാറ്ററീസാണ് ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഹൈബ്രിഡിൻ്റെ കണക്ഷൻ. ഫുള്ളി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.